നമ്മൾ ആരുടെ പരാജയം കണ്ടുകൊണ്ട് സന്തോഷിക്കരുത്. ആ മനുഷ്യൻ വിജയിച്ചു മുന്നേറുകയും ഈ സന്തോഷിച്ച് കൈയടിച്ച നിങ്ങൾക്ക് ആ പരീക്ഷണം അല്ലാഹു തിരിച്ചു തന്നുകൊണ്ട് പരീക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മുടെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോഴേ നമ്മൾ പറയേണ്ടത് എന്താ? അല്ലാഹുവേ, നീ നിന്റെ ദേഷ്യം കൊണ്ട് എനിക്ക് അസുഖം തന്നതാവരുത് റബ്ബേ. പരീക്ഷണമായിക്കോട്ടെ. അമ്പിയാക്കളൊക്കെ പരീക്ഷിക്കപ്പെട്ടില്ലയോ? അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടില്ലേ? മുസ്തഫ നബി തങ്ങൾ പരീക്ഷിക്കപ്പെട്ടില്ല. അമ്പിയാക്കളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ച നബി നമ്മുടെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റസൂലിനോളം പ്രയാസം അനുഭവിച്ച ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. ഫൽ അംസലു ഫൽ അംസൽ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ആ ഒരു കാറ്റഗറിയോട് ചേർന്ന് വരുന്ന ആളുകൾ അതിൻ്റെ തൊട്ടുതാഴെ. അങ്ങനെ പിറകോട്ട് ഏറ്റവും മുമ്പിൽ പ്രയാസം കൂടുതൽ അനുഭവിച്ചതാരാ? നമ്മുടെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയാൻ പറ്റുമോ ആ പ്രയാസം അനുഭവിച്ചത് കുരുത്തക്കേടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുവേ ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി. അല്ലാഹുവേ, നിനക്കെന്നോട് ദേഷ്യം തോന്നിയിട്ടില്ലെങ്കിൽ എൻ്റെ കാല് ചോര വന്നൊലിക്കുന്ന ഈ വ്രണങ്ങളും മുറിവും ഈ പ്രയാസവും നിസ്സഹായാവസ്ഥയും എന്നെ ആളുകൾ ആട്ടി ഓടിച്ചതും കുക്കി വിളിച്ചതും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല റബ്ബേ. ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. നീ എന്നോട് ദേഷ്യപ്പെടരുത്. അഊദു ബിവജ്ഹിക അഊദു ബിനൂരി വജ്ഹിക അല്ലദി അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയ വൽ ആഖിറ. പടച്ചവനെ, നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ പ്രകാശം, ആ പ്രകാശം കൊണ്ടല്ലയോ പ്രപഞ്ചം മുഴുവനും പ്രഭ പൂണ്ടത്. അഊദു ബിനൂരി വജ്ഹിക അല്ലദി അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയ വൽ ആഖിറ. ഈ ലോകത്തിൻ്റെയും ആഖിറത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹൃതമാകുന്നത് റബ്ബേ നിന്റെ പ്രകാശത്തിൻ്റെ ബറക്കത്ത് കൊണ്ടാണല്ലോ റബ്ബേ. ആ നൂറിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, അൻയഹുല്ലബീ ഗളബുക. നിന്റെ ദേഷ്യം എന്നിലേക്ക് ഇറക്കരുത് അല്ലാ. നീ എന്നോട് ദേഷ്യപ്പെടരുത് റബ്ബേ. ഖർനുസ്തആലിബിലെ പാറക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് ഹബീബ് ചെയ്ത ദീർഘമായ ദുആയാണത്. എന്നിട്ട് ഹബീബ് പറഞ്ഞ വാക്കുണ്ട്, ലക്കൽ ഉച്ബാ ഹത്താ തർദാ. പടച്ചവനെ, എന്തൊക്കെയാണെങ്കിലും എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും പടച്ചവനെ നിനക്കാണല്ലാ. ഹത്താ തർദാ, നിനക്ക് മതി വരുന്നതുവരേക്കും. അസുഖത്തിൽ കിടക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് ഇങ്ങനെ പറയാറുണ്ടോ? ഒരു ചെറിയ കടബാധ്യത വരുമ്പോൾ നമ്മൾ പറയാറുണ്ടോ, റബ്ബേ എന്നാലും നിനക്ക് സ്തുതി അല്ലാ, ഞാൻ ഇത്രയല്ലേ കുടുങ്ങിയിട്ടുള്ളൂ, ഇതിലേറെ കുടുങ്ങിയ ആളുകൾ എത്രയുണ്ട് പടച്ചവനെ, നമ്മൾ പറയാറുണ്ടോ?